ഇന്നൊരു ഡേറ്റിങ്ങിന് പോയാലോ? അവനോട് ചോദിക്കാം. എടാ നമുക്കേ ഒരു ഡേറ്റിങ്ങിന് പോയാലോ? ക്യാൻഡിൽ ലൈറ്റ് റെസ്റ്റോറൻ്റ് ആയാലോ? വേണ്ടേ. എന്നാ നല്ലൊരു ട്രെൻഡി കഫേയോ? അതും വേണ്ട. എന്നാ ഒരു റൊമാൻറ്റിക് മൂവി ഡേറ്റ് ആയാലോ? ഓ അതും വേണ്ടേ. പിന്നെ നിനക്ക് എന്താ വേണ്ടേ? വെയിറ്റ്. എന്നാൽ ജെൻസിയുടെ പുതിയ പ്രണയലോകം ഇതൊന്നുമല്ല. ഇവരുടെ റൊമാൻറ്റിക് സ്പോട്ട് ഏതാണെന്ന് അറിയോ? ശ്മശാനം. യെസ്, കേട്ടത് ശരി തന്നെ. ശവക്കല്ലറകൾക്കിടയിലൂടെ കൈകോർത്ത് നടന്ന് പ്രണയിക്കുന്ന ഗ്രേവ് യാർഡ് ഡേറ്റിംഗ് ആണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. മരണത്തിന്റെ നിശബ്ദതയ്ക്കിടയിൽ പ്രണയത്തിന്റെ പുതിയ കഥകൾ എഴുതപ്പെടുകയാണ് ഇവിടെ. ഇത് കേട്ടിട്ട് നെറ്റ് ചൊളിക്കാൻ വരട്ടെ, സംഭവം വെറും ഒരു ഭ്രാന്തല്ല. പോപ്പ് കൾച്ചറിലും സിനിമകളിലും നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. ദി ബിഗ് ബാങ് തിയറിയിലെ 8ാം സീസണിലെ ദി ഇന്റിമസി ആക്സിലറേഷൻ എന്ന എപ്പിസോഡിൽ തന്റെ കാമുകിയായ എമിലി ഒരു ശ്മശാനത്തിൽ സമയം ചെലവഴിക്കുവാനും പ്രണയിക്കുവാനും ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ രാജേഷ് കൂത്രപ്പള്ളി ഭയപ്പെടുന്നതായി കാണിക്കുന്നുണ്ട്. ഒരു ശവകുടീരത്തിനരികിൽ നിന്നും ഇരുവരും ചുംബിക്കുന്നതും ആ രംഗത്തിലുമുണ്ട്. ഇനി നമ്മുടെ കപൂർ ആൻഡ് സൺ സിനിമ ഓർമ്മയുണ്ടോ? അർജുനും ടിയയും ഒരു ശ്മശാനത്തിലൂടെ നടന്നു പോകുമ്പോൾ ജീവിതത്തെയും മരണത്തെയും കുറിച്ച് സംസാരിക്കുന്ന ആ ഡീപ് റൊമാൻറ്റിക് സീൻ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്? തങ്ങളുടെ ശവക്കല്ലറകളിൽ എന്താണ് എഴുതി വെക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അവരുടെ സംസാരം. ഒരു ചെറിയ മൗനത്തിന് ശേഷം അർജുൻ പറയുന്നു, ആഖിരി ബാർ ലിഖ് രഹാ ഹൂം, ഹോ സാകേ തോ കഹാനി യാദ് രഖ്നോ. അതായത് അവസാനമായി എഴുതുകയാണ്, കഴിയുമെങ്കിൽ ഈ കഥ ഓർത്തു വെക്കുക എന്നാണ്. ടിയ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവിടെ. അവരുടെ കൈകളിൽ ഫോണില്ല. പരസ്പരം തിരിച്ചറിയുന്ന 2 മനുഷ്യർ മാത്രമാണ് ഉള്ളത്. ഇന്നത്തെ കാലത്ത് പ്രണയം എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നതായി തോന്നിയിട്ടുണ്ടോ? ഒരു ഡിന്നർ ഡേറ്റിന് പോയാലും നമ്മൾ പകുതി സമയം ഫോൺ സ്ക്രീനിലാണ്. ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നത് മാത്രമാണ് ക്വാളിറ്റി ടൈം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്. ഒരേ മുറിയിൽ ഒരുമിച്ചുണ്ടാകും, പക്ഷെ മാനസികമായി ഒരു കണക്ഷനും ഉണ്ടാകില്ല. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാൻ വേണ്ടി മാത്രം ഡേറ്റ് ചെയ്യുന്ന ഇന്നത്തെ കാലത്താണ് ഒരു ട്വിസ്റ്റ് പോലെ ഈ ഗ്രേവ് യാർഡ് ഡേറ്റിംഗ് വരുന്നത്. എന്തുകൊണ്ടാണ് യുവാക്കൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നതെന്ന് നോക്കിയാൽ, ഒന്നാമതായി പൂർണ്ണമായ നിശബ്ദത. കാതടപ്പിക്കുന്ന ബഹളങ്ങളോ ട്രാഫിക്കോ ഇവിടെയില്ല. രണ്ടാമതായി പ്രൈവസി. തുറച്ചു നോക്കുന്ന അപരിചിതരുടെ കണ്ണുകളില്ല, ജഡ്ജ് ചെയ്യാൻ ആളുകളില്ല. മൂന്നാമതായി ഡീപ് കോൺവെർസേഷൻ. ചരിത്രവും ജീവിതത്തിലെ വലിയ സത്യങ്ങളും നിറഞ്ഞ ഈ അന്തരീക്ഷം കമിതാക്കൾക്കിടയിൽ കൂടുതൽ അർത്ഥവത്തായ ഡീപ് സംഭാഷണങ്ങൾക്ക് വഴിതുറക്കുമെന്നാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ആഡംബരമായ സ്വകാര്യതയും ശാന്തതയും അവർക്ക് ഇവിടെ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ സംഗതി അത്ര സിമ്പിൾ അല്ല. ഈ ട്രെൻഡിനെതിരെ വലിയ വിമർശനങ്ങളും വരുന്നുണ്ട്. ശ്മശാനങ്ങൾ എന്നത് മരിച്ചവരോടുള്ള ആദരവും ദുഃഖവും പ്രകടിപ്പിക്കേണ്ട ഒരു സ്ഥലങ്ങളാണ്. അവിടെ പോയി പ്രണയിക്കുന്നത് ശരിയല്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇനി ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വെറും ഷോ കാണിക്കുവാനും റീൽസ് ചെയ്യാനും വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുക്കുന്നതാണോ എന്നും സംശയിക്കുന്നവരും കുറവല്ല. വിമർശനങ്ങൾ എന്തു തന്നെയായാലും ഇതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. ഇന്നത്തെ ജനറേഷന് പ്രണയം എന്നാൽ പണം വാരിയെറിയുന്ന ഡേറ്റുകളോ പിക്ചർ പെർഫെക്റ്റ് ഇൻസ്റ്റഗ്രാം ഫീഡോ മാത്രമല്ല, പകരം ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ശാന്തമായ ഇടം കണ്ടെത്തുക എന്നതുകൂടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാ? അടുത്ത ഡേറ്റ് ഒരു ശ്മശാനത്തിലാക്കാൻ പ്ലാൻ ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.